ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥിതം സബ്ജക്റ്റിൽ വരുന്ന എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ നോക്കാം. മുൻപേ ആയിട്ട് നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സോ ചോദ്യം, ആദ്യത്തെ പ്രവർത്തനം ഇവിടെ ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാനാണ്. റയാൻ്റെ പിറന്നാളിന് കൂട്ടുകാർ ആശംസാ കാർഡുകൾ നൽകി. നിങ്ങളുടെ സുഹൃത്തിൻ്റെ പിറന്നാളിന് നൽകാനായി ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. സോ നിങ്ങളിവിടെ മനോഹരമായ ചിത്രങ്ങളൊക്കെ വരച്ച് ബലൂണ് കാര്യങ്ങളൊക്കെ വരച്ച് നിങ്ങൾ നല്ലൊരു ആശംസാ കാർഡ് തയ്യാറാക്കുക. നിങ്ങൾക്ക് എന്ത് എഴുതാം? പ്രിയപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ സുഹൃത്തിൻ്റെ പേര് എഴുതാം. ഇപ്പോൾ ചിന്നു ആണെങ്കിൽ പ്രിയപ്പെട്ട ചിന്നുവിന് പിറന്നാൾ ആശംസകൾ എന്നൊക്കെ എഴുതി നല്ല രീതിയിൽ ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. പ്രവർത്തനം 7, കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് റയാനും കൂട്ടുകാരനും എത്തി. കെട്ടിട നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ചിത്രങ്ങൾക്കു താഴെ എഴുതുക. ഓരോ ചിത്രങ്ങളും ശ്രദ്ധിച്ച് കെട്ടിട നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓരോന്നിൻ്റെയും താഴെ അത് ഏതാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തേത് എന്താണ്? ആദ്യത്തേത് ചുമര് തേക്കുക, രണ്ടാമത്തേത് ചുമര് കെട്ടുക, പിന്നെ മൂന്നാമത്തേത് തറ നിറയ്ക്കുക, നാലാമത്തേത് പെയിൻ്റ് അടിക്കുക, അഞ്ചാമത്തേത് കട്ടിൽ വെക്കുക എന്നിങ്ങനെയാണ് ഉത്തരങ്ങൾ വരുന്നത്. പ്രവർത്തനം 8, ഉദ്ഘാടനം. റയാൻ്റെ സ്കൂളിലെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി. ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കുവാനുള്ള ഒരു കത്ത് തയ്യാറാക്കുക. നിങ്ങൾക്കൊരു ക്ഷണക്കത്താണ് തയ്യാറാക്കേണ്ടത്. സ്ഥലം ഗവൺമെൻറ് LP സ്കൂൾ മണിമലാണ്. തീയതി 2025 ഡിസംബർ 22. സമയം രാവിലെ 10 മണി. ക്ഷണക്കത്ത് എങ്ങനെ തുടങ്ങാം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗവൺമെൻറ് LPS മണിമല സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഡിസംബർ 22 തീയതി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ക്ഷണക്കത്ത് അവസാനിപ്പിക്കുക. ഓക്കെ. അടുത്തത് പ്രവർത്തനം 9, തരം തിരിക്കാം. ഉദ്ഘാടന ദിനത്തിൽ എല്ലാവർക്കും സദ്യയുണ്ട്. സദ്യയ്ക്കുള്ള സാധനങ്ങൾ പാചകപ്പുരയിൽ കൊണ്ടുവന്നു. അവയെ തരം തിരിച്ച് പട്ടികപ്പെടുത്തുക. സോ ഇവിടെ ഉദ്ഘാടനത്തിന് സദ്യയാണ്. അതിൽ ഒരുപാട് ധാന്യങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം നമ്മൾ തരം തിരിച്ച് താഴെ പട്ടികയിലേക്ക് എഴുതി കംപ്ലീറ്റ് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ആദ്യത്തിൽ അരി എന്ന് മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അരി എന്താണ്? ധാന്യമാണല്ലോ. സോ നമുക്ക് അവിടെ തലക്കെട്ട് ധാന്യങ്ങൾ എന്ന് കൊടുക്കാം. അതിൽ പെട്ടതാണ് ഗോതമ്പ്, റാഗി ഒക്കെ. സോ നിങ്ങൾക്ക് ഗോതമ്പ് എന്നും റാഗി എന്നും അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് ഇലക്കറികൾ എന്ന തലക്കെട്ട് തന്നിട്ടുണ്ട്. അവിടെ മത്തനില എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? ചീരയില, മുരിങ്ങയില ഒക്കെ എഴുതി കൊടുക്കാം. അടുത്ത തലക്കെട്ടാണ് പയറുവർഗ്ഗങ്ങൾ. അതിൽ വൻപയർ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. പയറുവർഗ്ഗങ്ങളിൽ ഉൾപ്പെട്ടതാണ് കടല, ഉഴുന്നൊക്കെ. സോ നിങ്ങൾക്ക് അവിടെ അത് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് വെണ്ടക്ക എന്ന് മാത്രമാണ് തന്നിട്ടുള്ളത്. അതിന് തലക്കെട്ടായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? പച്ചക്കറി എന്ന് കൊടുക്കാം. ഇനി പച്ചക്കറിയിൽ ഉൾപ്പെട്ടത് മറ്റെന്തൊക്കെയാണ്? ക്യാരറ്റ്, ഉള്ളി, നിങ്ങൾക്ക് തക്കാളി, ഉരുളൻകിഴങ്ങ് ഒക്കെ എഴുതാവുന്നതാണ്. ഇവിടെ 2 എണ്ണം മാത്രമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഞാനിവിടെ ക്യാരറ്റ്, ഉള്ളി എന്നാണ് എഴുതിയത്. അവസാനത്തെ പ്രവർത്തനം ഇഷ്ടവിഭവം. റയാന് പായസം നന്നായി ഇഷ്ടപ്പെട്ടു. അത് ഉണ്ടാക്കുന്ന വിധം അന്വേഷിച്ച് കുറിപ്പ് എഴുതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതുക. സോ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇവിടെ പഴംപൊരി എന്ന വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് കൊടുക്കാം. ആദ്യം പഴം നീളത്തിൽ മുറിക്കുക. പിന്നെ മൈദ, അരിപ്പൊടി, പഞ്ചസാര, ഉപ്പ്, വെള്ളം ചേർത്ത് കട്ടിയുള്ള മാവ് ഉണ്ടാക്കുക. പിന്നെ പഴം മാവിൽ മുക്കി ചൂടായ എണ്ണയിൽ വഴറ്റുക. എന്നിട്ട് മഞ്ഞ നിറം വരുമ്പോൾ എടുക്കുക.
സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചോദ്യ പേപ്പറിൽ എഴുതാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അടുത്തത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.